നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2-ലെ ഒരു 3 ടോപ്പിക്കാണ്. നമ്മൾ നോച്ചിനെ സംബന്ധിച്ച് പഠിച്ചിരുന്നു. റെക്റ്റാങ്കുലർ നോച്ച് സംസാരിച്ചതാണ്, അതിൻ്റെ ഇക്വേഷൻസൊക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത് വി നോച്ച് ഓർ ട്രയാങ്കുലർ നോച്ചിനെ സംബന്ധിച്ച് നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യണം. പിന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളൊരു നോച്ച് ട്രപ്പീസോയിഡ് നോച്ചാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല. പക്ഷേ റെക്റ്റാങ്കുലർ നോച്ചും ട്രയാങ്കുലർ നോച്ചും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രപ്പീസോയിഡൽ നോച്ചിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് വാട്ടർ ഹാമറാണ്. വാട്ടർ ഹാമർ എന്നുള്ളൊരു ഫിനോമിനനാണ് പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്സ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വി നോച്ച് അല്ലെങ്കിൽ ട്രയാങ്കുലർ നോച്ച് സംസാരിക്കാം. ഈ കാണുന്നതിൻ്റെ 3D വ്യൂ ആണ്, ഇതിൻ്റെ 2D വ്യൂ ആണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. ഇതതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ്, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ ഐസോമെട്രിക് വ്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ലിക്വിഡ് വെള്ളമാക്കി എടുക്കുകയാണ്. ഈ വാട്ടർ ഇവിടെ കെട്ടി നിർത്തിക്കുകയാണ്. ഇത് ഒരു ഡാം ആവാം, ചെറിയൊരു റിസർവോയർ ആവാം, ചെറിയൊരു ടാങ്ക് ആവാം, എന്തും ആവാം. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്രീ സർഫസ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കെട്ടി നിർത്തിയ ഈ റിസർവോയറിൽ നിർത്തിയിട്ടുള്ള ഈ ലിക്വിഡ് പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. നിങ്ങൾക്ക് ആ ഒഴുകുന്ന ഡയറക്ഷൻ കാണാൻ കഴിയും. വാട്ടർ ഫ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒഴുകുന്നത് ഒരു പ്രത്യേക ഷേപ്പിലൂടെയാണ് ആ ഒരു വാട്ടർ ഒഴുകുന്നത്. ആ ഷേപ്പ് ഈ കാണുന്നതാണ്, ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ്, അതായത് ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ ആ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഓപ്പണിങ്ങിലൂടെ ഈ ലിക്വിഡ് ഒഴുകുകയാണ്, വാട്ടർ ഒഴുകുകയാണ്. ഓക്കെ, നമുക്കിങ്ങനെ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലൂടെ ഇതിന് വി നോച്ച് എന്ന് വിളിക്കാം. ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഈ ഓപ്പണിംഗ് നമുക്ക് എന്ത് വിളിക്കാം, വി നോച്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കുലർ നോച്ച് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ ട്രയാങ്കുലർ നോച്ചിൻ്റെ ചില പാരാമീറ്റേഴ്സിലേക്ക് കടന്നു പോവാം. ഇവിടെ ഒരു തീറ്റ, ഇതൊരു ആംഗിൾ ഉണ്ടാവും അല്ലേ. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലാവുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ നമുക്ക് ആംഗിൾ ഓഫ് നോച്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോച്ച് ഓഫ് ആംഗിൾ എന്ന് വിളിക്കാം. ഓക്കെ, സോ ആ നോച്ചിൻ്റെ ആംഗിളാണ് അത്. തീറ്റ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എച്ച് എന്നുള്ള ടേം ഉണ്ട്. എച്ച് എന്നുള്ള ടേം പറഞ്ഞാൽ ഈ നോച്ചിൻ്റെ ഈ വെർട്ടിസ് മുതൽ, വെർട്ടിസ് മീൻസ് ഈ ഒരു ഷാർപ്പ് എഡ്ജ് മുതൽ മുകളിലേക്ക് ലിക്വിഡ് നിൽക്കുന്ന ഈ ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റാണ് എച്ച്. പി എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ നോച്ചിൻ്റെ താഴെ മുതൽ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ താഴെ മുതൽ നോച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള ഹൈറ്റാണ് പി. നമുക്ക് പി അല്ല ആവശ്യം, നമുക്ക് എച്ച് ആണ് ആവശ്യം. ബി എന്ന് പറഞ്ഞാൽ ഈ നോച്ചിൻ്റെ വിഡ്ത്തിനെ നമുക്ക് ബി എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എച്ചിലേക്കാണ്. ഓക്കെ, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എടുക്കുകയാണ് എച്ചിലേക്കാണ്. സോ എച്ച് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുക, ഈ പോയിന്റിൽ നിന്നും ഈ ഒരു ഹൈറ്റ്, ഈ ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് നമുക്ക് എച്ച് എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. എന്നാൽ പ്രോബ്ലം എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കൂടെ നമുക്ക് കിട്ടും. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് എ ട്രയാങ്കുലർ നോച്ച് അല്ലേ. നോച്ചിനെ പറ്റി ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. നോച്ച് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക, ഒരു ഓപ്പൺ സ്ട്രീമിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചാനലിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോച്ച് ഉപയോഗിക്കുക. നമ്മൾ സംസാരിച്ചതാണത്. സോ ഫൈൻഡ് ഡിസ്ചാർജ്, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഡിസ്ചാർജാണ് കണ്ടുപിടിക്കാനുള്ളത് ഓവർ എ ട്രയാങ്കുലർ നോച്ച്. റെക്റ്റാങ്കുലർ നോച്ച് ഉണ്ട്, ട്രയാങ്കുലർ നോച്ച് ഉണ്ട്, ട്രപ്പിസോയിഡൽ നോച്ച് ഉണ്ട്. സോ ട്രയാങ്കുലർ നോച്ച് എന്നുള്ളൊരു വാക്ക് വന്നാൽ അപ്പോൾ മനസ്സിലാക്കുക ട്രയാങ്കുലർ നോച്ചിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോച്ച് ഓഫ് ആംഗിൾ 60 ഡിഗ്രി. നോച്ച് ഓഫ് ആംഗിൾ 60 ഡിഗ്രി മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ, ഈ തീറ്റയാണത്. ഓക്കെ, നോച്ച് ഓഫ് ആംഗിൾ 60 ഡിഗ്രി അതവിടെ അങ്ങനെ നമ്മൾ എഴുതി വെച്ചു, ഒരു ഗിവൺ ഡാറ്റയൊക്കെ എഴുതി വെച്ചു. വെൻ ദ ഹെഡ് ഓവർ ദ വി നോച്ച് ഈസ് 0.3 മീറ്റർ. ഹെഡ് ഓവർ ദി നോച്ച് പറഞ്ഞാൽ എച്ച് എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അതായത് ഈ ഒരു എച്ച്, ഇതിവിടെ സ്മോൾ എച്ച് ആണ്, സാധാരണ ഇതിൽ ക്യാപിറ്റൽ എച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഹെഡ് ഓവർ ദ നോച്ച്, അതായത് നോച്ചിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ലിക്വിഡിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഹെഡ് ഓവർ ദ നോച്ച് നമ്മൾ മനസ്സിലാക്കി. അത് എച്ച് ഈസ് ഈക്വൽ ടു 0.3 മീറ്റർ ആണ്. പിന്നെ എന്നിട്ടുള്ള എന്താ, അസ്യൂം സി ഡി ഈസ് ഈക്വൽ ടു 0.6.
സി ഡി മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, അത് 0.6 ആണ്, അതിന് യൂണിറ്റ് ഇല്ല. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. സോ ഡിസ്ചാർജ് Q is equal to discharge Q over a V notch is given by the equation. ഇതാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം മനസ്സിലാക്കണം. ഇക്വേഷൻ എഴുതി വെക്കണം. എന്താ ഇക്വേഷൻ? Q is equal to 8/15 into CD into tan theta by 2 into root 2g h raised to 5/2. ഇതിൽ നമുക്ക് സി ഡി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയാം. തീറ്റ എന്ന് പറഞ്ഞാൽ നോച്ച് ഓഫ് ആംഗിൾ എന്ന് പറയാം. എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ നോച്ച് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ വാല്യൂസൊക്കെ നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8/15 അതങ്ങനെ അവിടെ എഴുതി. സി ഡി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ആ 0.6 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ tan θ/2 എന്നുള്ളത്, tan θ/2, തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. tan 60/2 ഇൻറ്റു റൂട്ട് 2g, ജി എന്ന് പറഞ്ഞാൽ 9.81 ആണ്. 2 × 9.81. എച്ച് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അതവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എച്ചിൻ്റെ മേലെ 5/2 ഉണ്ട്. ആ 5/2 കൊടുത്തു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.040 m³/s ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് നോച്ചിൻ്റെ ഫിഗറൊക്കെ വരച്ചതിന് ശേഷം ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഓക്കെ. ഇനി നിങ്ങൾ ട്രപ്പിസോയിഡൽ നോച്ചിനെ സംബന്ധിച്ചുള്ള ഒരു ഫിഗർ ഞാൻ അവിടെ തരാം. ട്രപ്പിസോയിഡൽ നോച്ച് ഈ രൂപത്തിലാണ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ രൂപത്തിലാണ് ട്രപ്പിസോയിഡൽ നോച്ച് വരിക. ഇവിടെ അതിനെ ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ട്രപ്പിസോയിഡൽ നോച്ചിനെ നമുക്ക് വേറെ 2 നോച്ചാക്കി മാറ്റാം. ഞാനിവിടെ ലൈൻ വരച്ചു, ഇവിടെ ലൈൻ വരച്ചു. അപ്പോൾ ഇത്രയും ഭാഗം റെക്റ്റാങ്കുലർ നോച്ചാണ്. ഈ പകുതിയും കൂട്ടിച്ചേർന്നാൽ അതൊരു ട്രയാങ്കുലർ നോച്ചാണ്. അപ്പോൾ ട്രപ്പിസോയിഡൽ നോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ട്രയാങ്കുലർ നോച്ച് ആൻഡ് റെക്റ്റാങ്കുലർ നോച്ച്, അല്ലേ? ഈ 2 നോച്ചിൻ്റെയും കോമ്പിനേഷനാണ് ട്രപ്പിസോയിഡൽ നോച്ച്. അപ്പോൾ ട്രപ്പിസോയിഡൽ നോച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ട്രപ്പിസോയിഡൽ നോച്ചിലൂടെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, Q കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? Q ഫോർ ട്രയാങ്കുലർ നോച്ച് പ്ലസ് Q ഫോർ റെക്റ്റാങ്കുലർ നോച്ച്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെക്റ്റാങ്കുലർ നോച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ട്രയാങ്കുലർ നോച്ചും പഠിച്ചു. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ നോച്ചിലൂടെ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ഡിസ്ചാർജ് കാണുന്ന ഇക്വേഷൻ പ്ലസ് ട്രയാങ്കുലർ നോച്ച്, അതായത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് Q is equal to 8/15 CD into tan θ/2 root 2g h raised to 5/2 എന്നുള്ള ഇക്വേഷൻ. ഇതാണ് ട്രയാങ്കുലർ നോച്ചിൻ്റെ ഇക്വേഷൻ. ഈ ട്രയാങ്കുലർ നോച്ചിലൂടെ ലിക്വിഡ് ഒഴുകുമ്പോൾ കാണുന്ന ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രപ്പിസോയിഡിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ. ദെൻ അടുത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് വേറൊരു ടോപ്പിക്കാണ്. അതായത് വാട്ടർ ഹാമർ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് ഒരു വാൾവ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യാണ്. പക്ഷേ വാൾവ് സാധാരണഗതിയിൽ നമ്മൾ പതുക്കെയാണ് ക്ലോസ് ചെയ്യാറ്. എന്നാൽ സഡനായിട്ട് ക്ലോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നോക്കാം. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ കഴിയും. ഒരു ഷോക്കിംഗ് എഫക്റ്റ് വരുന്നുണ്ട്, അല്ലേ? ലിക്വിഡ് ഒഴുകാണ്, പെട്ടെന്ന് വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോക്കിംഗ് എഫക്റ്റ് വരും. അതായത് ഒരു ഹാമറിങ് എഫക്റ്റ് വരും. ഇപ്പോൾ ഇവിടെ ഒരു ഷോക്കിംഗ് എഫക്റ്റ് വരുന്നുണ്ട്, അല്ലേ? ഷോക്കിംഗ് എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് ഇങ്ങനെ ഒഴുകാണ്. പെട്ടെന്ന് ഇവിടെ സഡൻ ക്ലോസിങ്ങോ സഡൻ ഓപ്പണിങ്ങോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടറിൻ്റെ ഒരു അടി വരും. ഒരു ചുറ്റികെടുത്ത് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു എഫക്റ്റ് വരും. ഓക്കെ. അതാണ് വാട്ടർ ഹാമർ. അപ്പോൾ നമുക്ക് വാട്ടർ ഹാമറിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് നടക്കാം. വാട്ടർ ഹാമർ ഈസ് എ പ്രഷർ സർജ് പറഞ്ഞാൽ ഒരു പ്രഷർ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഓർ വേവ് കോസ്ഡ് വെൻ എ ഫ്ലൂയിഡ്, യൂഷ്വലി എ ലിക്വിഡ് ബട്ട് സംടൈംസ് ആൾസോ ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം. ഓക്കെ. ഫ്ലൂയിഡ് മുഖാന്തരം ഉണ്ടാകുന്നൊരു വേവാണ് ആക്ച്വലി എന്ത്? വാട്ടർ ഹാമർ. ഇതെങ്ങനെ ഉണ്ടാവുക? ഇൻ മോഷൻ, അതായത് ഈ ഫ്ലൂയിഡ് ഒഴുകുന്ന സമയത്ത് ഈസ് ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ് ഓർ ദ ചേഞ്ച് ഡയറക്ഷൻ സഡൻലി. പെട്ടെന്ന് ആ ഒഴുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒഴുകുന്ന ഡയറക്ഷൻ പെട്ടെന്ന് മാറ്റാം. അതായത് പെട്ടെന്നുള്ളൊരു ബെൻഡൊക്കെ ഒന്ന് വിചാരിച്ചു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പാണ്. ഈ പൈപ്പ് പെട്ടെന്ന് ഇങ്ങനെ ബെൻഡ് എടുത്തു. ഇപ്പോൾ എന്താ? സഡൻ ഡയറക്ഷൻ ചേഞ്ചാണ്. ആദ്യം വന്നത് ഈ ഡയറക്ഷനിലായിരുന്നു, പിന്നെ പെട്ടെന്ന് ഈ ഡയറക്ഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ സഡൻ ആയിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താലോ അവിടെ മൊമെൻറ്റം ചേഞ്ച് സംഭവിക്കും. ഓക്കെ. മൊമെൻറ്റം മാറും. ഈ മൊമെൻറ്റം മാറിക്കഴിഞ്ഞാൽ ദിസ് ഫിനോമിനൻ കോമൺലി ഒക്കേഴ്സ് വെൻ, ഇങ്ങനെ മൊമെൻറ്റം ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? വേവ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ സർജ് ഉണ്ടാവും, നേരത്തെ കാണിച്ച ഒരു ഇടി ഉണ്ടാവും. ഓക്കെ. ഒരു ഷോക്കിംഗ് എഫക്റ്റ് ഉണ്ടാവും.
ഈ ഒരു ഷോക്കിംഗ് എഫക്റ്റ് ഉണ്ടോ, ഇതാണെന്ത് വാട്ടർ ഹാമർ. ഇതിങ്ങനെ ഉണ്ടാവാനുള്ള ഒരു മറ്റൊരു കാരണം കോമൺലി ഒക്കേഴ്സ് വെൻ എ വാൾവ് ക്ലോസസ് സഡൻലി അറ്റ് ആൻ എൻഡ് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. അതായത് ഒരു പൈപ്പിൻ്റെ ഒരു എൻഡിൽ നമ്മൾ പെട്ടെന്ന് വാൾവ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ വാട്ടർ ഹാമർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എ പ്രഷർ വേവ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ പൈപ്പ്. ഈ പ്രഷർ എന്ത് ചെയ്യും, ഈ പ്രഷറിൻ്റെ വേവ് അല്ലെങ്കിൽ ഷോക്കിംഗ് വേവ് പൈപ്പിലൂടെ മുഴുവൻ ട്രാൻസ്മിഷൻ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വാട്ടർ ഹാമർ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒന്ന് എക്സ്പെരിമെൻറ്റ് നടത്താം. നിങ്ങളുടെ വീട്ടിലെ ടാപ്പ് ഉണ്ടാവും അല്ലേ, പൈപ്പ് ലൈൻ ഉണ്ടാവും. ഈ പൈപ്പ് ലൈനിൻ്റെ ടാപ്പ് സഡൻലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടാപ്പാണെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ആ ഒരു പൈപ്പിനെ ജെർക്ക് ചെയ്യുന്നത് കാണാം. അത് വാട്ടർ ഹാമർ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ആ വാട്ടർ ഹാമർ കൊണ്ട് കാര്യമായിട്ടുള്ളൊരു എഫക്റ്റ് വരുന്നില്ല. പക്ഷേ നമ്മളിതൊരു മാസീവായിട്ടുള്ള രീതിയിൽ വലിയൊരു പൈപ്പിലാണ് ഇത്രത്തോളം വാൾവ് ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ സഡൻലി നടത്തണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ വളരെ വലുതായിരിക്കും. ഓക്കെ, അങ്ങനെ വളരെ വലുതായി കഴിഞ്ഞാൽ ആ പൈപ്പിന് എന്തൊക്കെ സംഭവിക്കാം, നോയ്സ് ഉണ്ടാവാം, വൈബ്രേഷൻ സംഭവിക്കാം. അതുവഴി നമ്മുടെ പൈപ്പ് കൊളാപ്സ് ചെയ്യാൻ, പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ വാട്ടർ ഹാമർ എന്നുള്ളത് ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് നല്ലൊരു ഫിനോമിനൻ ആയിട്ടല്ല. അത് നമ്മുടെ പൈപ്പിംഗ് സിസ്റ്റത്തിനെ കേടുപാട് വരുത്തുന്ന രീതിയിലുള്ളൊരു ഫിനോമിനനാണ്. സോ അത് നമുക്ക് ഈ വാട്ടർ ഹാമർ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സഡനായിട്ടുള്ള വാൾവ് സഡൻലി ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പാടില്ല. മെയിൻലി വാൾവ് എന്ത് ചെയ്യാൻ പാടില്ല, സഡൻ ക്ലോസിങ് പാടില്ല. അതേപോലെ തന്നെ ഈ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് കണക്ഷൻ ആയിരിക്കരുത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് രണ്ടും വാട്ടർ ഹാമറിങ് എന്നുള്ള ആ ഒരു അഡ്വേഴ്സ് ഫിനോമിനലിലേക്ക് നയിക്കും, നമുക്ക് നല്ലതല്ല. മൂന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്സ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ വൈദ്യുത നിലയങ്ങൾ അല്ലേ, അതായത് ജലവൈദ്യുത നിലയങ്ങൾ. നമുക്കറിയാം ഒരു ഡാം ഉണ്ടാവും, താഴെ ടർബൈൻ ഉണ്ടാവും, പൈപ്പിലൂടെ എന്ത് ചെയ്യാണ്, ലിക്വിഡ് ഇങ്ങനെ ഒഴുക്കി ടർബൈൻ തട്ടുമ്പോൾ ടർബൈൻ കറങ്ങാൻ നിർത്തും, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ടർബൈൻ കറങ്ങുന്നത് ഈ വെള്ളം ഹൈറ്റിൽ നിന്ന് ഒഴുകി വരുമ്പോഴുള്ള പവർ മുഖാന്തരമാണ്. സോ ഒരു പൈപ്പിലൂടെ ഇതേപോലെ ലിക്വിഡ് നമ്മൾ ഒഴുക്കി വിടുകയാണ്, ആ ലിക്വിഡിൻ്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ അങ്ങനെ ഒരു പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്പിലൂടെയുള്ള പവർ ട്രാൻസ്മിഷൻ കണ്ടെത്താനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ കഴിയും അല്ലേ, ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചറിൽ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഒരു ഹൈറ്റിൽ, എച്ച് എന്നുള്ള ഹൈറ്റിൽ വെള്ളം. ഈ ഹൈറ്റ് മീൻസ് ഹെഡ് എന്ന് പറയാം അല്ലേ. ഇവിടെ ഒരു ഹെഡിൽ നമ്മൾ വെള്ളം നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ ലിക്വിഡ് ഒഴുകാൻ തുടത്തും. ആ ലിക്വിഡിൻ്റെ ഒഴുക്കിൻ്റെ വെലോസിറ്റി വി എന്ന് കൊടുത്തു, പൈപ്പിൻ്റെ ലെങ്ത് എൽ എന്ന് കൊടുത്തു. ഇത് ഇൻലെറ്റാണ്, ഇത് ഔട്ട്ലെറ്റാണ്. എല്ലിലുള്ള ഹെഡ് എന്താ, എച്ച് ആണ് അല്ലേ. ഈ ഇൻലെറ്റിൽ ഈ എച്ച് എന്നുള്ള ഹെഡിൽ എന്ത് നിൽക്കുന്നുണ്ട്, വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളം മീൻസ് ലിക്വിഡ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫിഗറിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്കിതിൻ്റെ ഇക്വേഷനിലേക്ക് കിടക്കാം. പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ പൈപ്പിലൂടെ പവർ ട്രാൻസ്മിറ്റ് എത്ര ചെയ്തു എന്ന് കണ്ടെത്താൻ P is equal to rho g q ഇൻറ്റു H മൈനസ് HF എന്നുള്ള ഇക്വേഷനെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ് അല്ലേ, അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം kg/m³ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ്. ഡിസ്ചാർജ് മീൻസ് m³/s എന്നാണ് അതിൻ്റെ യൂണിറ്റ്. H എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് സൈഡിൽ, അതായത് ഈ സംഭവം. ഓക്കെ, ഈ ഇൻലെറ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡാണ് എച്ച്. യൂണിറ്റ് എന്താ, മീറ്ററാണ്. മീറ്റർ ഓഫ് ഏത് ലിക്വിഡാണോ ആ ലിക്വിഡ്. ഇപ്പോൾ വെള്ളമാണെങ്കിൽ മീറ്റർ ഓഫ് വാട്ടർ. HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. HF കാണാനുള്ള ഇക്വേഷൻസൊക്കെ ഡാർസിയുടെ ഇക്വേഷനുണ്ട്, അതേപോലെ വെയ്സ് ബാക്കിൻ്റെ ഇക്വേഷനുണ്ട്. ഡാർസിയുടെയും അതേപോലെ തന്നെ ഷേസിയുടെയും ആ രണ്ട് ഇക്വേഷനുണ്ട്. ഈ രണ്ട് ഫോർമുലകളും യൂസ് ചെയ്തിട്ട് HF എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ ആ ഇക്വേഷനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് തരുന്ന ടേമിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഡാർസർ ഇക്വേഷനിൽ ഡാർസർ ഫോർമുല തന്നെ രണ്ട് ഫോർമുല ഉണ്ട്. ഒന്ന് വെലോസിറ്റിയുടെ ടേമിലൊരു ഫോർമുല ഉണ്ട്, ഒന്ന് ഡിസ്ചാർജിൻ്റെ ടേമിലൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് HFൻ്റെ അവിടെ ആ ഒരു ഇക്വേഷൻ, ഇപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ 4FLV²/2GD എന്നുള്ള ആ ഇക്വേഷൻ എന്തായിരിക്കേണ്ടി വരും, HFൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഈ പൈപ്പിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ P ആണ് നമ്മൾ പറഞ്ഞു, Pൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഡിവൈഡ് ബൈ 1000 എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, കിലോ വാട്ടായിരിക്കും. അതേപോലെ തന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടാങ്കാണ്, ഇവിടെ എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്യാണ്, ലിക്വിഡ് ഒഴുക്കി വിടുകയാണ്. ഈ ലിക്വിഡ് ഒഴുക്കി വിടുമ്പോൾ നമ്മൾ ഈ ഒഴുക്കി പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.
പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പവർ ഇവിടെ അവൈലബിൾ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ എഫിഷ്യൻസി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം പവർ നമ്മൾ ഉദ്ദേശിച്ച പവർ ട്രാൻസ്മിറ്റഡ് ആവുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H മൈനസ് HF ഡിവൈഡഡ് ബൈ H എന്നാണ്. H എന്ന് പറഞ്ഞാൽ ഹെഡ് അവൈലബിൾ അറ്റ് ഇൻലെറ്റ്, HF പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താം, നമ്മൾ ഉദ്ദേശിച്ച അത്രയും അല്ലെങ്കിൽ എത്ര നമ്മൾ ഈ വെള്ളം ഒഴുക്കി വിട്ട് പവർ പൈപ്പിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പവർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് എഫിഷ്യൻസി എന്നുള്ള ടേം മനസ്സിലാവും. ഇപ്പോൾ എഫിഷ്യൻസി 80% എന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ കൊടുക്കുന്ന പവറിൻ്റെ 80% മാത്രമേ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി എന്നുള്ള ടേമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് മാക്സിമം ട്രാൻസ്മിഷൻ പവർ ട്രാൻസ്മിഷൻ നടത്തണമെന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ, ഇപ്പോൾ HF എന്നുള്ളത് നമുക്കറിയാം ഹെഡ് ലോസ് ആണ്. ഈ ഹെഡ് ലോസ് മാക്സിമം എത്ര വരാൻ പാടുള്ളൂ, H/3 ആണെങ്കിൽ അതായത് ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡിൻ്റെ 1/3 HF ആണെങ്കിൽ നമുക്കവിടെ മാക്സിമം പവർ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഒരു പവർ ട്രാൻസ്മിഷൻ്റെ ഇക്വേഷനിൽ ബന്ധപ്പെട്ട ടേംസാണ് ഹെഡ് ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റ്. ഹെഡ് ഓഫ് വാട്ടർ മീൻസ് ലിക്വിഡാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വാട്ടർ എന്നുള്ള ടേം വന്നത്. ഓക്കെ, ലിക്വിഡ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറ്റാം, ദർ ഇസ് നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, അത് എഴുതി വെക്കണം. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പൈപ്പാണ്, അത് മീറ്റർ അവിടെ എഴുതി വെക്കണം. ദെൻ ഡയാമീറ്റർ ഓഫ് ദ പൈപ്പ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ പൈപ്പ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇത്രയും ടേമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ പവർ ലോസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഇതിനൊക്കെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീൽ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.